കൗമാരക്കാരെ സംബന്ധിച്ച് ഫാഷനും സിനിമയും ഒരു മായിക ലോകമാണ്. സിനിമാ താരവും മോഡലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ മോഡലാകണമെന്ന് സ്വപ്നം കണ്ട് കൊച്ചിയിലെത്തിയ കാസർഗോഡ് സ്വദേശിനിയായ +2 വിദ്യാർത്ഥിനിയെക്കുറിച്ച് നമ്മുടെ യുവതലമുറ അറിയണം. മക്കളെ ഈ രംഗത്തേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ ഇതിലെ ചതിക്കുഴികൾ മനസ്സിലാക്കണം. മോഡലിംഗ് കമ്പനിയിലെ CEO ആണ് 17കാരിയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തത്. ഇതുപോലെ ഒട്ടേറെ പെൺകുട്ടികളുണ്ട് സിനിമയുടെയും മോഡലിംഗിൻ്റെയും മറവിൽ ചൂഷണം ചെയ്യപ്പെട്ടവർ. മോഡലിംഗിൻ്റെ പേരിൽ നടക്കുന്ന ലഹരി ഇടപാടുകളും അനാശാസ്യ പ്രവർത്തനങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മോഡലാകണമെന്ന് ആഗ്രഹിച്ച് കൊച്ചി എന്ന മഹാനഗരത്തിൽ എത്തിപ്പെട്ടതാണ് കാസർഗോഡ് സ്വദേശിനിയായ +2 വിദ്യാർത്ഥിനി. എന്നാൽ അവൾ നേരിട്ടത് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദുരനുഭവങ്ങളാണ്. കൊച്ചിയിലെ പ്രമുഖ മോഡലിംഗ് കമ്പനിയായ തജാസ് കമ്പനിയിൽ വെച്ച് പലതവണയാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയായത്. തജാസിന്റെ CEO ബിലാലിൽ നിന്ന് ദുരനുഭവം നേരിട്ടതായി പെൺകുട്ടി വെളിപ്പെടുത്തി. ഫോട്ടോഷൂട്ടിന്റെ പേരിൽ ശരീരത്തെ മോശമായി പലതവണ സ്പർശിച്ചു. എതിർക്കാൻ ശ്രമിച്ചെങ്കിലും കീഴ്പ്പെടുത്തി. അശ്ലീല ഫോട്ടോകളും ഇതിന്റെ മറവിൽ പകർത്തിയെന്നും പെൺകുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. തജാസ് മോഡലിംഗ് കമ്പനിയിലെ ഒരു മോഡലായിരുന്നു ഞാൻ. അപ്പോൾ തജാസിൻ്റെ CEO ബിലാൽ, അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേര് ഷഹീൻ ഷാ എന്നാണ്. ഫോട്ടോഷൂട്ട് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് എന്നെ യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഞാനൊരു മൈനറാണ്. അപ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേഹത്ത് തൊടുകയും അശ്ലീലമായി ഫോട്ടോ എടുക്കുകയും അതിനൊക്കെ ശ്രമിക്കുകയാണ് ബിലാൽ ചെയ്യുന്നത്. കൊച്ചിയിലെ പ്രമുഖ മോഡലിംഗ് സ്ഥാപനമായ തജാസിന്റെ CEO ബിലാലിനെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാസർഗോഡ് സ്വദേശിനിയായ പെൺകുട്ടി. താൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. തനിക്ക് മോഡലിംഗിനോടും സിനിമയോടും വലിയ ആഗ്രഹമുണ്ട്. ഇതുകൊണ്ടാണ് താൻ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയത്. അതിനിടയിലാണ് ബിലാലിനെ പരിചയപ്പെടുകയും ഫോട്ടോഷൂട്ടിനായി ബിലാൽ തന്റെ മോഡലിംഗ് സെന്ററിലേക്ക് വിളിക്കുകയും ചെയ്തു. ഈ സമയത്താണ് തനിക്ക് ബിലാലിൽ നിന്നും വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറ്റമുണ്ടായത്. ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും പെൺകുട്ടി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഒരുപാട് വേറെ പെൺകുട്ടികൾക്ക് ഇതേ അനുഭവമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ മോഡലിംഗ് കമ്പനി എന്നൊരു പേരിൽ അതിൻ്റെ മറവിൽ നിന്ന് കുറേ ഗേൾസിനെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ബിലാലിൻ്റെ എപ്പോഴുള്ള പണി. പലപ്പോഴും അനുവാദമില്ലാതെ തന്റെ ശരീരത്തിൽ സ്പർശിക്കുകയും താൻ വസ്ത്രം മാറാൻ നേരം അവിടെ അയാൾ നിൽക്കുകയും ചെയ്തു എന്നൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് പെൺകുട്ടി ബിലാലിനെതിരെ ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപ് പലപ്പോഴായി നമുക്കറിയാം ഈയിടയിൽ ലഹരി മരുന്നുമായി പിടികൂടിയ പ്രമുഖ ഒരു മോഡലായ അൽക്ക ബോണി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ മോഡലിംഗ് രംഗത്തെ ചതിക്കുഴികളും അല്ലെങ്കിൽ പെൺകുട്ടികളെ ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ഒരു അനുഭവം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ പലപ്പോഴും തനിക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായിട്ടും തനിക്ക് ഇത് പുറത്തു പറയാൻ പേടിയാണ്. കാരണം തന്റെ മാതാപിതാക്കൾക്ക് ഈ മോഡലിംഗ് രംഗത്തേക്ക് താൻ വരുന്നത് വളരെയേറെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ തന്റെ ആഗ്രഹം, തന്റെ സ്വപ്നം കൊണ്ടാണ് താൻ മോഡലിംഗ് രംഗത്തേക്ക് വന്നത്. പിന്നീട് തന്നെ സിനിമയിലേക്ക് അഭിനയിക്കണമെന്നാണ് തന്റെ ആഗ്രഹം. ഈ കാര്യം, അതായത് തനിക്ക് ലൈംഗികമായിട്ടുള്ള ചൂഷണം ഇയാളിൽ നിന്ന് നേരിട്ടു എന്ന് കുടുംബത്തോട് അറിയിച്ചാൽ കുടുംബം തന്റെ മോഡലിംഗ് എന്ന സ്വപ്നത്തെ തകർക്കും, അല്ലെങ്കിൽ മോഡലിംഗ് എന്ന രംഗത്തേക്ക് തന്നെ ഇനി വിടില്ല എന്നുള്ള പേടി കൊണ്ടാണ് താൻ കുടുംബത്തോടോ അല്ലെങ്കിൽ പോലീസിനോടോ പരാതിപ്പെടാത്തതെന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, താൻ മാത്രമല്ല തന്നെ പോലെ ഇതുപോലെ ദുരനുഭവമുള്ള നിരവധി പെൺകുട്ടികളുണ്ട്. അതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും പ്രായപൂർത്തിയായ പെൺകുട്ടികളുമുണ്ട്. ഇങ്ങനെ ബിലാൽ നിരന്തരം പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടി ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ ബിലാലിനെതിരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത് എത്തിയാൽ അല്ലെങ്കിൽ പോലീസിനെ പരാതി നൽകിയാൽ പോലീസ് കേസുമായി മുന്നോട്ട് പോകാനാണ്
സാധ്യതയുള്ളത്. ഇതിനു മുൻപ് അൽക്കാബോഡിയുടെ കേസ് വന്ന സാഹചര്യത്തിൽ തന്നെ ഈ മോഡലിംഗ് രംഗം കേന്ദ്രീകരിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. ലഹരി മരുന്നും അതോടൊപ്പം ഇത്തരത്തിൽ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി തനിക്ക് നേരിട്ട ഈ ഒരു ദുരനുഭവത്തെക്കുറിച്ച് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ബിലാൽ എന്ന വ്യക്തിയെ പോലെ നിരവധി പേരാണ് പെൺകുട്ടികളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത്. പലപ്പോഴും അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. കാരണം തന്റെ ആഗ്രഹങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കൊണ്ട് ഈ ഫീൽഡിൽ എത്തിയവരായിരിക്കും പലരും. കുടുംബത്തിന്റെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ട് എത്തിയവരായിരിക്കും. വലിയ നിലയിലേക്കൊക്കെ മോഡൽ രംഗത്തേക്കോ അല്ലെങ്കിൽ സിനിമയിലേക്കോ എത്താമെന്നുള്ള സ്വപ്നം കണ്ട് വന്നവരായിരിക്കും. അവരെ ഈ കുടുംബത്തോടോ അല്ലെങ്കിൽ ആരോടും പരാതിപ്പെടില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ബിലാലിനെ പോലുള്ളവർ ഈ പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിലേക്ക് വലിച്ചിടുന്നതും. വിവാഹ ജീവിതം പോലെ തന്നെ ലിവിംഗ് ടുഗദർ റിലേഷനിലും ഇരകളാകപ്പെടുന്നത് സ്ത്രീകളാണ്. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിനിയായ റീജ എന്ന യുവതി ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ശേഷം സുഹൃത്തിനൊപ്പമായിരുന്നു താമസം. എന്നാൽ ഈ ബന്ധവും അവളുടെ ജീവിതം തകർത്തു. സുഹൃത്തായ പ്രമോദ് പലപ്പോഴും വീട്ടിൽ വെച്ച് മർദ്ദിക്കും. പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രമോദ് അടുത്തിടെയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ജയിൽ മോചിതനായ ശേഷവും എല്ലാം പറഞ്ഞു തീർത്ത് രണ്ടുപേരും ഒന്നിച്ച് താമസം തുടർന്നു. എന്നാൽ ഇവർക്കിടയിൽ വീണ്ടും ഉണ്ടായ പ്രശ്നം കൂട്ടമരണത്തിലാണ് കലാശിച്ചത്. റീജയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് തൂങ്ങി മരിക്കുകയായിരുന്നു. റീജയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രമോദ് താമസിക്കുന്ന വീട്ടിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. റീജ കൈയിലും കഴുത്തിലും മുറിവേറ്റ് കട്ടിലിൽ മരിച്ചുകിടക്കുന്ന നിലയിലും പ്രമോദ് തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ശേഷം കുറച്ചുനാളായി അയൽവാസിയായ പ്രമോദിന്റെ വീട്ടിലായിരുന്നു റീജയുടെ താമസം. റീജയ്ക്ക് 2 മക്കളുണ്ട്. 2 മാസം മുമ്പ് പ്രമോദിനെതിരെ റീജ പോലീസിൽ പരാതി നൽകുകയും കേസിൽ ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഇരുവരും ഒന്നിച്ചായിരുന്നു താമസം. കഴിഞ്ഞ ദിവസം റീജയെ കാണാതായതോടെ ബന്ധുക്കൾ കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ താമസിച്ചിരുന്ന വീടാണെന്ന് കണ്ടെത്തി. തുടർന്ന് വീട്ടിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് സംഭവത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. പ്രമോദ് കൂലിപ്പണിക്കാരനായിരുന്നു. കളക്ഷൻ ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു റീജ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വിഷാദരോഗവും ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും താങ്ങാൻ കഴിയാത്തവർ ആത്മഹത്യയിലാണ് അഭയം തേടുന്നത്. മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു ദുഷ്ടശക്തി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറം ചങ്ങരംകുളത്ത് കഴിഞ്ഞ ദിവസം യുവാവ് ആത്മഹത്യ ചെയ്തതിന് പിന്നിലെ കാരണം ദുരൂഹമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാഞ്ഞൂർ സ്വദേശി നിഹാൽ വിദേശത്ത് നിന്നും നാട്ടിലെത്തിയത്. പിന്നാലെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്താണ് നിഹാലിന് സംഭവിച്ചത്? മരണത്തിന്റെ കാരണമെന്ത്? പോലീസ് അന്വേഷിക്കണം. ചങ്ങരംകുളം കാഞ്ഞിയൂരിലാണ് യുവാവിനെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാഞ്ഞിയൂർ സ്വദേശി പട്ടന്മാർ വളപ്പിൽ 26-കാരനായ നിഹാലാണ് മരിച്ചത്.
ശനിയാഴ്ച രാവിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ നിഹാലിനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. രണ്ട് മാസം മുൻപ് വിദേശത്ത് ജോലിക്ക് പോയിരുന്ന നിഹാല കഴിഞ്ഞ ദിവസമാണ് വിസയിൽ മാറ്റം വരുത്തുന്നതിനായി നാട്ടിലെത്തിയത്. ചങ്ങരംകുളം സൺറൈസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് അന്വേഷണം തുടങ്ങി. ജോലി സംബന്ധമായ കാരണങ്ങളോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ മരണത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 തിരൂർ. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നവരുടെ മനസ്സിൽ വലിയ ആശങ്കകളുണ്ട്. ഒരു വർഷം മുൻപ് ഈ ട്രെയിനിലുണ്ടായ തീവെപ്പിന്റെ പൊള്ളൽ ഇപ്പോഴും പലരുടെയും ഉള്ളിൽ ഉണങ്ങാത്ത മുറിവാണ്. പക്ഷെ ഇന്നും ട്രെയിനിൽ വേണ്ടത്ര സുരക്ഷയില്ല. കഴിഞ്ഞ രാത്രി ഇതേ ട്രെയിനിൽ വെച്ച് സ്ത്രീകളെ സഹയാത്രക്കാരൻ ശല്യം ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടു. ഇത് ചോദ്യം ചെയ്ത യുവാവിന് നേരെ ആക്രമണവും ഉണ്ടായി. സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് യാത്രക്കാരനെ നെറ്റിയിൽ കുത്തിയത്. വടകര സ്റ്റേഷനിൽ വെച്ച് RPF അക്രമിയെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ആർക്കും പരാതിയില്ലാത്തതിനാൽ വിട്ടയച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ പയ്യോളിക്കും വടകരയ്ക്കും ഇടയിലാണ് സംഭവം. ജനറൽ കോച്ചിൽ ശല്യം ചെയ്ത യാത്രക്കാരനോട് മാറി നിൽക്കാൻ സ്ത്രീകൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇയാൾ അനുസരിച്ചില്ല. മാറി നിൽക്കാൻ മറ്റൊരു യാത്രക്കാരനും പറഞ്ഞതോടെ അക്രമി സ്ക്രൂ ഡ്രൈവർ എടുത്ത് പറഞ്ഞയാളെ കുത്തുകയായിരുന്നു. വിവരമറിഞ്ഞ് വടകര സ്റ്റേഷനിൽ വെച്ച് RPF അക്രമിയെ കസ്റ്റഡിയിലെടുത്തു. ആർക്കും പരാതിയില്ലാത്തതിനെ തുടർന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇയാളെ വിട്ടയച്ചു. ഈ യുവാവ് മദ്യലഹരിയിലായിരുന്നെന്നാണ് വിവരം. അതും കൊണ്ട് ആക്രമിച്ചു. കുത്തേറ്റ യാത്രക്കാരന്റെ നെറ്റിയിലാണ് മുറിവ്. മുറിവ് സാരമില്ലാത്തതിനാൽ ഇയാൾ കണ്ണൂരിലേക്ക് യാത്ര തുടരുകയായിരുന്നു. മുൻപ് തീവയ്പ് നടന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഇപ്പോഴും സുരക്ഷാ ജീവനക്കാർ കുറവാണെന്ന് പരാതിയുണ്ട്. അതും കൊണ്ട് ആക്രമിച്ചു. ന്യൂസ് 18 കണ്ണൂർ. ക്ഷേത്രോത്സവത്തിനിടെ നമ്മുടെ നാട്ടിൽ സംഘർഷങ്ങൾ പതിവ് കാഴ്ചയാണ്. എന്നാൽ അത് മനസ്സിൽ പകയായി വളർന്നാലോ? തൃശൂർ കുന്നംകുളത്ത് യുവാവിനെ ബൈക്കിടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മുൻ വൈരാഗ്യത്തിന്റെ പേരിലാണ്. വൈശ്ശേരി സ്വദേശി ജിനീഷിനെയാണ് 3 അംഗ സംഘം ആക്രമിച്ചത്. പരിക്കേറ്റ ജിനീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നാലെ ബൈക്കിലെത്തിയ 3 അംഗ സംഘം രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ ഉത്സവത്തിനുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു സംഘടിത ആക്രമണം. കുന്നംകുളം വൈശ്ശേരി സ്വദേശി 25-കാരനായ ജിനീഷിനെയാണ് രാവിലെ 11:30-യോടെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. 3 ബൈക്കുകളിലായി എത്തിയ 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ മാർച്ച് 20-ന് ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ സംഘർഷം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ആക്രമണമെന്ന് പറയുന്നു. ഉത്സവത്തിനിടയിൽ ചിറളയം സ്വദേശി ഷൈൻ, സി ജോസ് ഉൾപ്പെടെ 5 പേരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് മർദ്ദനമേറ്റ ജിനീഷ്.
കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടതിനു ശേഷം മടങ്ങി വരുന്നതിനിടെ വൈശ്ശേരിയിലെ വീടിന് സമീപത്തായിരുന്നു ആക്രമണം. ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയ ശേഷം തലയ്ക്കും ദേഹത്തും ഇരുമ്പ് പൈപ്പ് കൊണ്ട് പലതവണ അടിച്ചു. അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയ ജിനീഷിന് പിന്നാലെ ചെന്നും ആക്രമിച്ചു. മർദ്ദനത്തിൽ പരിക്കേറ്റ ജിനീഷിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് 18 തൃശൂർ. സമൂഹ മാധ്യമങ്ങളിലെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. തട്ടിപ്പിന്റെ കേന്ദ്രങ്ങൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളും ഇതര സംസ്ഥാനക്കാരുമെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ മലയാളികളും തട്ടിപ്പ് രംഗത്തേക്ക് സജീവമായി ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നും ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ച് 2 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ 4 പേർ അറസ്റ്റിലായി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച ശേഷമായിരുന്നു തട്ടിപ്പ്. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് നല്ലളം സ്വദേശി സാദിഖ്, തൊടുപുഴ സ്വദേശി ഷെഫീഖ്, വടകര സ്വദേശി സാദിഖ്, തൃശൂർ പൂക്കോട് സ്വദേശി നന്ദുകൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പരാതിക്കാരനെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ശേഷം ഓഹരി വിപണിയിൽ ലാഭം നേടുന്നതിന് സഹായകരമായ രീതിയിൽ ഉപദേശം നൽകി വിശ്വാസമാർജിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിനായി നിർമ്മല ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ മാസം പരാതിക്കാരനിൽ നിന്ന് 2 കോടി രൂപ തട്ടിയെടുത്തത്. കംബോഡിയയിലെ കോൾ സെന്റർ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. വിവിധ ദേശസാൽകൃത ബാങ്കുകളുടെ ബ്രാഞ്ചുകളിലൂടെയാണ് തുക കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തി. മലയാളികളായ ചിലർ തട്ടിപ്പുകാരുമായി കമ്മീഷൻ തുക പറഞ്ഞുറപ്പിച്ച് സ്വന്തം ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് നൽകുന്നതായും അക്കൗണ്ടിൽ വരുന്ന പണം പിൻവലിച്ച് കമ്മീഷൻ തുകയെടുത്ത ശേഷം ബാക്കി പണം ഏജന്റ് മുഖേന കൈമാറുന്നതായും കണ്ടെത്തി. ചില അക്കൗണ്ട് ഉടമസ്ഥർ പണം കൈപ്പറ്റി സ്വന്തം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അക്കൗണ്ട് നമ്പർ ലിങ്ക് ചെയ്ത സിം കാർഡും വിൽപ്പന നടത്തുന്നതായും അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. മഞ്ഞുമ്മൽ ബോയ്സിനും RDXനും പിന്നാലെ മലയാള സിനിമയിൽ വീണ്ടും സാമ്പത്തിക തട്ടിപ്പ് പരാതി. ടൊവിനോ തോമസ് നായകനാകുന്ന അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിൽ സഹനിർമ്മാതാവാക്കാമെന്ന് പറഞ്ഞ് 3 കോടിയിലധികം രൂപയാണ് എറണാകുളം സ്വദേശി ഡോക്ടർ വിനീതിൽ നിന്നും തട്ടിയെടുത്തത്. എന്നാൽ ചിത്രീകരണം പൂർത്തിയാക്കി ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ വിനീതിന്റെ പേരില്ല. പരാതിക്കാരന്റെ ഹർജിയിൽ സിനിമയുടെ റിലീസ് കോടതി തടഞ്ഞു. നിർമ്മാതാവ് സക്കറിയ തോമസിനെതിരെ ഡോക്ടർ വിനീത് നൽകിയ പരാതിയിലാണ് കോടതിയുടെ നടപടി. മഞ്ഞുമ്മൽ
നോർമൽ ബോയ്സിനും RDXനും പിന്നാലെയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയും വിവാദത്തിലാകുന്നത്. തിയേറ്റർ, OTT, സാറ്റലൈറ്റ് റിലീസുകൾക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിലക്കേർപ്പെടുത്തിയത്. നിർമ്മാതാവ് സക്കറിയ തോമസ് 2022 സഹനിർമ്മാതാവാകണമെന്ന ആവശ്യവുമായി ഡോക്ടർ വിനീതിനെ സമീപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 3 കോടി രൂപ നൽകി, പിന്നീട് 20 ലക്ഷം കൂടി വാങ്ങിയെടുത്തു. 15 കോടി രൂപയിൽ ചിത്രം പൂർത്തിയാക്കി. 20% ലാഭവിഹിതം നൽകുമെന്നും വാഗ്ദാനം നൽകി. എന്നാൽ ചിത്രീകരണം പൂർത്തിയാക്കി ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഡോക്ടർ വിനീതിന്റെ പേരില്ലെന്നാണ് പരാതി. മലയാളത്തിലെ മറ്റൊരു പ്രമുഖ നിർമ്മാതാവിനെയാണ് സഹനിർമ്മാതാവായി ചേർത്തിരിക്കുന്നത്. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയിട്ടില്ലെന്നും ചിത്രത്തിന്റെ ചെലവ് കണക്കുകൾ മറച്ചുവെച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. നിർമ്മാതാവിനോട് തിങ്കളാഴ്ച വിശദീകരണം നൽകുവാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പോലീസുകാരുടെ ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണവും പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. എന്നാൽ ജോലിയിൽ ഉഴപ്പുന്ന പോലീസുകാരെ നിലയ്ക്ക് നിർത്തുക തന്നെ വേണം. വനിതാ പോലീസുകാർ സ്റ്റേഷന് പുറത്തിറങ്ങി ഡ്യൂട്ടി ചെയ്യണമെന്ന് കാഞ്ഞങ്ങാട് DYSP ഉത്തരവിറക്കി. വനിതാ പോലീസുകാരെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഈവനിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്നാണ് നിർദ്ദേശം. കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ ഉൾപ്പെട്ട എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസുകാർ രാവിലെ 8 മണി മുതൽ ഡ്യൂട്ടിക്ക് ഹാജരാകണമെന്നും DYSPയുടെ താക്കീതുണ്ട്. വനിതാ പോലീസുകാർ സ്റ്റേഷനുള്ളിൽ തന്നെയുള്ള ഡ്യൂട്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് DYSPയുടെ നിർദ്ദേശം വന്നത്. തിങ്കളാഴ്ച മുതൽ ആഴ്ചയിൽ 3 ദിവസം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വൈകിട്ട് 3 മുതൽ 6 വരെ സ്റ്റേഷൻ അതിർത്തിയിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഈവനിംഗ് ബീറ്റ് ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്നാണ് നിർദ്ദേശം. കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിൽ ഉൾപ്പെട്ട എല്ലാ പോലീസ് സ്റ്റേഷനിലെയും പോലീസുകാർ രാവിലെ 8 മണി മുതൽ ഡ്യൂട്ടിക്ക് ഹാജരാകണമെന്നും DYSP നിർദ്ദേശിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണെന്ന വിമർശനവും DYSP ഉന്നയിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ യോഗത്തിൽ രാവിലെ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർ, GD ചാർജുള്ള ഉദ്യോഗസ്ഥൻ, സ്റ്റേഷൻ പാറാവ് നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നിവർ മാത്രമാണ് നിർദ്ദേശം അനുസരിക്കാറുള്ളത്. അതിനാലാണ് 8 മണിക്ക് ഡ്യൂട്ടിക്ക് വരണമെന്ന നിർദ്ദേശം നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കവർച്ചാ സംഘങ്ങൾ നമ്മുടെ വീടിന്റെ സമീപത്ത് ഏത് സമയവും പതിയിരിപ്പുണ്ട്. മലപ്പുറം ചങ്ങരംകുളത്ത് വീട്ടിൽ കയറി യുവതിയെ ആക്രമിച്ച് സ്വർണം കവർന്നത് രാത്രി 8 മണിക്കാണ്. ചങ്ങരംകുളം സ്വദേശിനി പ്രമീളയെയാണ് ആക്രമിച്ച് 4.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല തട്ടിയെടുത്തത്. മോഷണം തടയാൻ ശ്രമിച്ച പ്രമീളയുടെ മകനെയും കവർച്ചാ സംഘം ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം.
എത്തി പരിശോധന നടത്തി. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കാപ്പ കേസ് നിർദ്ദേശങ്ങൾ SHOമാർ സ്വന്തമായി തയ്യാറാക്കണമെന്ന തിരുവനന്തപുരം റൂറൽ SP-യുടെ സർക്കുലറിനെ ചൊല്ലി തർക്കം. അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് SHOമാർ. കൊല്ലം ചടയമംഗലത്ത് സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തിയ സ്ത്രീയും പുരുഷനും കവർച്ചാശ്രമം നടത്തി. കടയുടമയ്ക്ക് സംശയം തോന്നിയതോടെ ഇരുവരും രക്ഷപ്പെട്ടത് മുഖത്ത് കുരുമുളക് സ്പ്രേ തളിച്ച്. പത്തനംതിട്ടയിൽ DYFI മേഖലാ സെക്രട്ടറിയെ കാപ്പ കേസിൽ നാടുകടത്തി. കഴിഞ്ഞ 27-ന് നാടുകടത്തിയത് തൂവായൂർ മേഖലാ സെക്രട്ടറി അഭിജിത്ത് ബാലനെ. കോട്ടയം രാമപുരത്ത് കന്യാസ്ത്രീ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് പുതുവേലി മോർണിംഗ് സ്റ്റാർ മഠത്തിലെ ആൻമരിയ. തൃശൂർ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തീയിടാൻ ശ്രമം. മാസ്ക് ധരിച്ചെത്തിയ ആൾ നടത്തിയ അതിക്രമങ്ങളിൽ ഒരു ജീവനക്കാരിക്ക് പരുക്ക്. തൃശൂരിൽ നിരവധി കേസുകളിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. നടപടിയെടുത്തത് ചാവക്കാട് സ്വദേശി നജീബിനെതിരെ. താമരശ്ശേരിയിൽ ഒരേ ദിവസം 4 സ്ഥാപനങ്ങളിൽ കവർച്ച നടത്തിയ സംഘം എറണാകുളത്ത് പിടിയിൽ. പിടിയിലായത് ഗോകുൽ, ഷാഹിദ്, മുഹമ്മദ് തായിഫ്, MP ഫാസിൽ എന്നിവർ. സ്ഥിരമായി കോളേജിലേക്ക് സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിനികളുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൊല്ലം കടക്കലിൽ കോളേജ് വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചത് ബസ് ഡ്രൈവറാണ്. സംഭവത്തിൽ ചിതറ സ്വദേശി അഖിലിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാഹിതനായ ഇയാൾ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി. വീട്ടുകാർ അഖിലിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. നിലവിൽ അഖിൽ 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും ആദ്യ വിവാഹ ബന്ധം വേർപെടുത്താതെയാണ് മറ്റൊരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്നും പോലീസ് പറയുന്നു. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ പ്രണയച്ചതിയിൽ കുടുങ്ങുന്ന പെൺകുട്ടികൾക്കുള്ള മുന്നറിയിപ്പാണ് കടക്കലിലെ ഈ സംഭവം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ